നേതാക്കന്മാരുടെ കൂടെ ഞാൻ പോയതാണ്. ഞങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രതിനിധികളായി ഞാനും ഷാജിയും ഒക്കെ പോയിരുന്നു. നന്ദിഗ്രാമിൽ, സിംഗൂരിൽ പാവപ്പെട്ട കർഷകരെ ആട്ടി ഓടിച്ചത് മുതലാളിമാർക്ക് വ്യവസായ ഹബ്ബുണ്ടാക്കാനായിരുന്നു. കത്തിക്കരിഞ്ഞ ഗോതമ്പ് വയലുകൾ, ടാറൊഴിച്ച് കത്തിച്ച നെൽവയലുകൾ, കത്തിക്കരിഞ്ഞ മനുഷ്യന്റെ പച്ചമാംസം, ഗജൂരിയ എന്ന് പറയുന്ന ശവക്കുഴി ഇന്നും ഞാനൊരു നെട്ടലോടുകൂടിയാണ് ഓർക്കുന്നത്. പട്ടാളക്കാരൻ അവന്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് ചൂണ്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചു. മണ്ണൊന്നിങ്ങനെ കുറച്ച് മാന്തി നോക്കിയപ്പോ പച്ച മനുഷ്യന്റെ പകുതി കരിഞ്ഞ കൈ, കാലുകൾ, വിരലുകൾ ഒക്കെ ആ കുഴിയിൽ കണ്ടു. ആ കുഴി ചൂണ്ടിയിട്ട് പട്ടാളക്കാരൻ പറഞ്ഞു, 8 ആളുകളെയാണ് ഇവിടെ വെട്ടി നുറുക്കി കത്തിച്ചത് എന്ന്. കർഷകരെ, പാവപ്പെട്ട മണ്ണിന്റെ മക്കളെ ആ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ ക്രൂരത, നന്ദിഗ്രാമിലും സിംഗൂരിലും ഉണ്ടായ ക്രൂരത, ആ ക്രൂരതകൾ കണ്ട് അന്ന് ഞങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുപോയി. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ മാടമ്പികളുടെ, ജന്മികളുടെ പീഡനത്തിന് ഇരയാവുന്ന അടിയാളന്മാർക്ക് പാടിക്കൊടുത്തിരുന്നൊരു കവിതയുണ്ട്. ജന്മിയുടെ ക്രൂരതക്കെതിരെ അടിയാളന്റെ മക്കളോട് പറഞ്ഞിരുന്ന 2 വരിയുണ്ട്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ആ വരികൾ നന്ദിഗ്രാമിലും സിംഗൂരിലും CPM നടത്തിയ കാടത്തം കണ്ടപ്പോ ഞങ്ങളൊക്കെ അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ്, കോറിയിട്ടതാണ്. ആ വരികൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ബംഗാളിൽ പിന്നീട് ഈ പാവപ്പെട്ടവന്റെ കൈകളിൽ ബാലറ്റ് പേപ്പർ വന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബംഗാളിൽ അവർ തുടച്ചു നീക്കി, നാമാവിശേഷമാക്കി. 4-3 ഭൂരിപക്ഷത്തോടുകൂടി മമതാ ബാനർജി ജനാധിപത്യത്തിന്റെ വിസ്മയം 3.5 പതിറ്റാണ്ടിന് ശേഷം ബംഗാളിൽ തീർത്ത് നമ്മൾ കണ്ടതാണ്. അത് ധിക്കാരത്തിന് നൽകിയ മറുപടിയാണ്. അതേ ധിക്കാരിയായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനങ്ങളിൽ നിന്ന് ഇതിനേക്കാൾ വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണ് എന്നതും രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. തൃത്താലയിൽ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ വളരെ സജീവമായി, ശാസ്ത്രീയമായി നന്നായി പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിലേറെ ആഹ്ലാദമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ തവണ കേരളത്തിന് സമ്മാനിച്ച, ഇവിടെ ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഒരു യുവ നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ സാരഥി VT ബൽറാമിനെ കേരള നിയമസഭയിലേക്ക് അയക്കുകയുണ്ടായി. കേരള നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. ഈ മണ്ഡലത്തിന്റെ വികസന കാര്യത്തിലും ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഇതുപോലെ UDFന്റെ തെരഞ്ഞെടുക്കപ്പെട്ട, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള MLA-മാരൊക്കെ നന്നായി പ്രവർത്തിക്കുന്നു. അവർക്കൊക്കെ പ്രചോദനം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എന്തെല്ലാം പുതിയ വിസ്മയങ്ങളാണ്, വികസനത്തിന്റെ വിപ്ലവങ്ങളാണ് ഈ ഒരു കൊല്ലം കൊണ്ട് തീർത്തത്. പാലക്കാട് മെഡിക്കൽ കോളേജായി, കഞ്ചിക്കോട് ഫാക്ടറിയായി, IIT ആയി, എല്ലാ മണ്ഡലങ്ങളിലും നിരവധി പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട്, ഈ ഗവൺമെന്റിന്റെ ഈ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാൻ നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹകരണവും കൂടി ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മുഴുവൻ യൂത്ത് ലീഗ് പ്രവർത്തകന്മാർക്കും ഹൃദയനിർഭരമായ 1000 ആശംസകൾ കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ KMCCയുടെ നേതൃത്വത്തിലുള്ള ബൈലക്സ് നെറ്റ് സോണിലൂടെ നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രവാസി മലയാളികൾക്ക് തൃത്താല നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ 1000 അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. അടുത്തതായി നമ്മുടെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA VT ബൽറാം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, എന്റെ സഹോദരൻ ശ്രീ VS മുസ്തഫ തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ ജില്ലയുടെ അമരക്കാരൻ ആദരണീയനായ CMA കരീം സാഹിബ്, ഓരോ ദിവസത്തെ പത്രം എടുത്ത് തുറന്നു നോക്കുമ്പോഴും എനിക്കൊക്കെ അങ്ങേയറ്റത്തെ തളർച്ച അനുഭവപ്പെടുന്ന തരത്തിൽ ഓരോ ദിവസവും ജനങ്ങളുടെ ഇടയിൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ശ്രീ N ഷംസുദ്ദീൻ MLA, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ MS നാസറും, ബഹുമാന്യരായ ഒരുപാട് നേതാക്കന്മാർ വേദിയിലിരിക്കുന്നു. സലാം മാഷുണ്ട്, ഹൈദ്രോസക്കയുണ്ട്, SMK തങ്ങളുണ്ട്, മറ്റ് യൂത്ത് ലീഗിന്റെ എന്റെ സഹപ്രവർത്തകരുണ്ട്,
എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അതിലേറെ പ്രിയങ്കരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകർ, ജനാധിപത്യ മുന്നേറ്റത്തിന്റെ 6.5 പതിറ്റാണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിഷയം, ജനാധിപത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇതിലേറെ നല്ല ഉചിതമായ ഒരു രാഷ്ട്രീയ സന്ദർഭം ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ നാട് മുഴുവൻ ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ജനാധിപത്യ മൂല്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ജനാധിപത്യത്തിലൂടെ അല്ലാതെ ഈ നാടിനെ നയിക്കാം എന്ന് തെറ്റിദ്ധാരണ പൂണ്ട ചില സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ച് ഈ നാട് ഉണർന്ന് ചിന്തിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഏറ്റവും ഉചിതമായ ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ മുന്നേറ്റത്തെക്കുറിച്ച്, അതിന്റെ ഇന്നലകളെക്കുറിച്ച്, അതിന്റെ നാളെയെക്കുറിച്ച് അർത്ഥഗർഭമായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലുള്ള പ്രചരണ ക്യാമ്പയിൻ പരിപാടികൾ നടത്തുന്നത് എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ 127 വർഷത്തെ പ്രൗഢമായ പാരമ്പര്യമുള്ള, ലോകം മുഴുവൻ വിസ്മയത്തോടുകൂടി എന്നും നോക്കിക്കാണുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും ഞാൻ ഈ സമ്മേളനത്തിന് അർപ്പിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ജനാധിപത്യം ഒരു സംസ്കാരമാണ്. ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമല്ല. 100 പേരുണ്ടെങ്കിൽ അതിൽ 51 പേർ ഒരഭിപ്രായം പറയുന്നു, 49 പേർ മറ്റൊരഭിപ്രായം പറയുന്നു. ഈ 51 പേരുടെ അഭിപ്രായത്തിന്റെ മുൻപിൽ കുഴിച്ചു മൂടപ്പെടേണ്ടതായാണ് ബാക്കി 49കാരന്റെ ശരി എന്ന സങ്കല്പത്തെയല്ല നമ്മൾ ജനാധിപത്യം എന്ന് വിവക്ഷിക്കുന്നത്. മറിച്ച് അതൊരു സംസ്കാരമാണ്, അതൊരു മനോഭാവമാണ്. അതിന്റെ അർത്ഥം 100ൽ 99 പേരും ഒരഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കുണ്ടെങ്കിൽ എന്റെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ സംരക്ഷിക്കപ്പെടുന്നുവോ അവിടെയാണ് ജനാധിപത്യം പുലരുന്നത്. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഈ ജനാധിപത്യം ഒരു വിസ്മയമാണ്, ഒരു അത്ഭുതമാണ്. 1950കളിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ഈ രാജ്യം മുന്നോട്ട് പോയപ്പോൾ ലോകം പറഞ്ഞു, പണ്ഡിറ്റ് നെഹ്റുവിനോട് പറഞ്ഞു, നിങ്ങൾക്കത് സാധിക്കുമോ? നിങ്ങൾക്കിത് സാധിക്കില്ല. അത്രമാത്രം വൈജാത്യങ്ങളാണ് നിങ്ങളുടെ രാജ്യത്ത് അകത്ത് ഉള്ളത്, അത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ്, ബഹുസ്വരതകളാണ് നിങ്ങളുടെ രാജ്യത്തിനകത്തുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ലോകത്തിൽ 35 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്, ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്, വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന ഏതാണ്ട് 6400ഓളം ജാതികൾ ഉപജാതികളുള്ള 1600ഓളം ഭാഷകൾ, ഭാഷാഭേദങ്ങൾ, ഉപഭാഷകളുള്ള ഒരു രാജ്യമാണ് ഈ ഭാരതം. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുഖത്ത് നോക്കി അന്നത്തെ ലോകരാജ്യ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിന് കഴിയും. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അതാണ്. നന്മയെ ഉൾക്കൊള്ളാൻ, മറ്റുള്ളവന്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ, ആ സംസ്കാരത്തിന്റെ നന്മയെ സ്വന്തം സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ലോകം മുഴുവൻ മതങ്ങളെ വേട്ടയാടിയപ്പോൾ ആ വേട്ടയാടപ്പെട്ട മതങ്ങൾക്ക് മുഴുവൻ അഭയസ്ഥാനം അരുളിയ ഈ മണ്ണിന് അതിനുള്ള പ്രാപ്തിയുണ്ട്, ആർജവമുണ്ട് എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതരാഷ്ട്രമാവാതെ, ഒരു ജാതിരാഷ്ട്രമാവാതെ ജനാധിപത്യ മതേതര പാതയിൽ ഈ രാജ്യം ഉറച്ചു നിൽക്കുന്നത് എന്ന അഭിമാനം, ആ അഭിമാനത്തിന്റെ 6.5 പതിറ്റാണ്ട് പുതുക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഉത്തരമുണ്ട്. മലയാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ AK ഗോപാലനാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് നമുക്ക് മറിച്ചൊരു ഉത്തരമില്ല. സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിനും നമുക്ക് മറിച്ചൊരു ഉത്തരമില്ല. കോൺഗ്രസിന്റെ നേതാവായ ശ്രീ PT ചാക്കോയായിരുന്നു ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ആർക്കും തർക്കമില്ല, ആർക്കും വിയോജിക്കാൻ സാധിക്കില്ല. മറിച്ചൊരു ചോദ്യം, 1917 വിപ്ലവത്തിലൂടെ സോവിയറ്റ് റഷ്യയിൽ ഒരു പുതിയ ഭരണകൂടം, ബോൾഷെവിക് ഭരണകൂടം ലെനിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ലെനിൻ സോവിയറ്റ്
ഞാൻ ഇവിടെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിൽ ഉത്തരമില്ലെങ്കിൽ നിങ്ങളുടെ പൊതുവിജ്ഞാനത്തിന്റെ കുറവാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ലോകത്ത് എവിടെ ഞാൻ ഈ ചോദ്യം ചോദിച്ചാലും എനിക്ക് ഉത്തരം കിട്ടില്ല എന്നറിയാം. കാരണം അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. 1917 മാത്രമല്ല, ലെനിന്റെ കാലത്ത് മാത്രമല്ല, ലെനിന്റെ ശേഷം സ്റ്റാലിൻ വന്നു, സ്റ്റാലിന് ശേഷം ഖ്രുഷ്ചേവ് വന്നു, ബ്രഷ്നേവ് വന്നു, അന്ത്രപ്പോവ് വന്നു, അവസാനം ഗോർബച്ചേവ് വരെ എത്തി നിന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നു. അതുവരെ അവിടെ ഒരു പ്രതിപക്ഷ നേതാവില്ല, പ്രതിപക്ഷ പാർട്ടിയില്ല, പ്രതിപക്ഷ ശബ്ദമില്ല, പ്രതിപക്ഷ സ്വരമില്ല, പ്രതിപക്ഷ ചിന്തയില്ല. അവിടുത്തെ മാത്രം അവസ്ഥയല്ല. 1950കളുടെ തുടക്കത്തിൽ ലോങ് മാർച്ചിനൊടുവിൽ, സാംസ്കാരിക വിപ്ലവത്തിനൊടുവിൽ, ചൈനയിൽ ഒരു വലിയ ഭരണമാറ്റത്തിനൊടുവിൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. മാവോ ചൈനയുടെ ചെയർമാനായി. ചെയർമാൻ മാവോ എന്ന പദവിയിലേക്ക് സ്വയം അവരോധിതനായി. അവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇതാ ഹു ജിൻഡാവോയിൽ എത്തി നിൽക്കുന്നു. ഇപ്പോഴും അവിടെ പ്രതിപക്ഷ നേതാവില്ല. ചൈനയും കടന്ന് ക്യൂബയിലേക്ക് എടുത്തു നോക്കിയാൽ 1950കളിൽ തന്നെയാണ് ചെഗുവേരയുടെയും ഫിദൽ കാസ്ട്രോവിന്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നത്. 50 വർഷത്തോളം ഫിദൽ കാസ്ട്രോ ക്യൂബയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു. പ്രതിപക്ഷ നേതാവില്ല, പ്രതിപക്ഷ പാർട്ടികളില്ല. അവസാനം എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ കുഴിയിലേക്ക് കാലും നീട്ടി ICUവിൽ കിടന്നപ്പോൾ ഭരണമാറ്റമുണ്ടായി. ആർക്കാണ് ഭരണം കൈമാറിയത്? സ്വന്തം അനുജൻ റൗൾ കാസ്ട്രോവിന്. ഉത്തര കൊറിയയിൽ കുടുംബാധിപത്യം 4ാം തലമുറയിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്ത് എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ, ലോകത്ത് 19 തരം കമ്മ്യൂണിസങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ 19 കമ്മ്യൂണിസങ്ങളും 19 തരം പ്രയോഗ രീതികളും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോയി അവിടെയൊന്നും മറ്റൊരു ആശയത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലത, ജനാധിപത്യത്തിന്റെ അടിത്തറയായ ആ ഉൾക്കൊള്ളലിന്റെ സംസ്കാരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയുന്നില്ല. ആ സംസ്കാരമാണ് അവർ കേരളത്തിൽ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ഷംസുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ചു ബംഗാളിന്റെ അവസ്ഥ. അതേ ബംഗാളിന്റെ രാഷ്ട്രീയം, ബംഗാളിലെ ജനങ്ങൾ തിരസ്കരിച്ച ആ രാഷ്ട്രീയം ഇന്നിതാ കേരളത്തിന്റെ മണ്ണിലേക്ക് വ്യാപിപ്പിക്കാൻ കണ്ണൂരിലെ പാർട്ടി മാനേജർമാർ ശ്രമിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് പ്രിയപ്പെട്ട എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ കൂടിയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന യൂത്ത് ലീഗുകാരോടോ കോൺഗ്രസുകാരോടോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോടോ അല്ല എന്റെ ചോദ്യം. എന്റെ ശബ്ദം ചെന്നെത്തുന്ന അംഗങ്ങൾ എവിടെയോ ഇവിടത്തെ DYFIക്കാരനുണ്ട്, ഇവിടത്തെ മാർക്സിസ്റ്റുകാരനുണ്ട്. അവരോടായി ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയാവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? നിങ്ങളുടെ പാർട്ടിയുടെ ആ പാർട്ടിക്കൊരു ചരിത്രമുണ്ട്. കേരളത്തിന്റെ സൃഷ്ടിപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി ചന്ദ്രശേഖരന്റെ പദം ഇവിടെ ഷംസു സൂചിപ്പിച്ചു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, ഒരു വധശിക്ഷയാണ്. ഒരു വധശിക്ഷ എങ്ങനെയാണ് ഒരു കൊലപാതകത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. വെറുക്കപ്പെട്ടവന്മാരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചന്ദ്രശേഖരന്മാർ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർക്ക് മറുപടി നൽകുന്നത് വെട്ടിവാട് കൊണ്ടാണ്. ആ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? ആ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഉയർത്താൻ എന്റെ സഹപ്രവർത്തകന്മാർ തയ്യാറായി കടന്നു വരുന്നത് കാണുമ്പോൾ, ജനാധിപത്യത്തിന്റെ ആ സന്ദേശം ഉയർത്തിക്കൊണ്ട് കടന്നു വരുന്നത് കാണുമ്പോൾ അങ്ങേയറ്റ അഭിമാനബോധത്തോടുകൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നും അവശേഷിക്കുന്ന അതിന്റെ നന്മകൾ ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന, ജീവിതത്തിൽ ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത, അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നം കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ വിരൽ ചലിക്കാത്ത ഇവിടുത്തെ നൂറുകണക്കിന് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ചോദിക്കണം, നരാധമന്മാരെ, നിങ്ങൾക്ക് ആ മുഖമെങ്കിലും അത് ബാക്കി വയ്ക്കാമായിരുന്നില്ലേ? 8 ഇഞ്ച് നീളമുള്ള മുഖത്ത് 51 തവണ ആഞ്ഞു വെട്ടുകയാണ് നിങ്ങൾ. ആർക്ക് സാധിക്കും ഇത്? മനുഷ്യത്വം മനസ്സിൽ ഒരല്പമെങ്കിലും അവശേഷിച്ച ഒരാൾക്ക് പോലും സാധിക്കാത്ത വണ്ണം ആഞ്ഞു വെട്ടുകയും. വിദ്യാർത്ഥിയായ അഭിനന്ദ് എന്ന് പറയുന്ന, നന്ദു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട കൊച്ചു അനുജനെ ഓർത്തെങ്കിലും, ആ മകനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ആ മുഖമെന്ന് ബാക്കി വയ്ക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് മുഖമില്ല, നിങ്ങൾക്ക് വികാരമില്ല, നിങ്ങൾക്ക് മനുഷ്യത്വമില്ല, നിങ്ങൾക്ക് മനുഷ്യന്റെ. അവസാന മണിക്കൂറുകൾക്ക് മുമ്പ് പ്രൊഫസർ MN വിജയൻ ഒരായുഷ്കാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി, ആ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രഭാഷണത്തിലൂടെയും അധ്യാപനത്തിലൂടെയും മുഴുവൻ തന്റെ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയ പ്രൊഫസർ MN വിജയൻ മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഹൃദയവേദനയോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവും, പുറകിൽ ജനങ്ങൾ ഉണ്ടാവില്ല.
നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ നാടിന്റെ ജനാധിപത്യ സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത്ര ഉചിതമായ സമയത്ത് ഉചിതമായ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന യൂത്ത് ലീഗിന്റെ എന്റെ സഹപ്രവർത്തകരെ ഞാൻ ഹൃദയത്തിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ UDF പ്രസ്ഥാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ആര് തടുക്കാൻ ശ്രമിച്ചാലും ആര് തളർത്താൻ ശ്രമിച്ചാലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ UDF പ്രസ്ഥാനം ആർക്കും തടുക്കാൻ കഴിയാത്ത അജയ്യ ശക്തിയായി മുന്നോട്ട് പോകും എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു അരുങ്കൊല ചെയ്യുമോ? ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ രാഷ്ട്രീയത്തെ, നിങ്ങളുടെ പ്രവർത്തന രീതിയെ ഏറ്റവും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. പിറവത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേന്ന് പട്ടുവത്ത് ഷുക്കൂറിനെ താലിബാൻ മോഡലിൽ വിചാരണ ചെയ്ത് അരുങ്കല ചെയ്യാൻ നിങ്ങൾക്ക് രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് ഒരു തടസ്സമായില്ലെങ്കിൽ നെയ്യാറ്റിൻകരയൊന്നും നിങ്ങൾക്കൊരു തടസ്സമാകില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. നിങ്ങൾ പറയുകയാണ്, സർക്കാർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സർക്കാരിന് സുരക്ഷ ഏർപ്പെടുത്താമായിരുന്നില്ലേ ചന്ദ്രശേഖരന്? വലിയ ചോദ്യമാണ്. സത്യത്തിൽ നമ്മൾ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണപക്ഷ MLA ആണെങ്കിൽ പോലും ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, സുരക്ഷ ഏർപ്പെടുത്താത്തതിന്റെ പേരിലാണ് ചന്ദ്രശേഖരൻ വെട്ടിക്കൊലപ്പെടുത്തിയത് എങ്കിൽ ഏറ്റവും അടുത്ത അവസരങ്ങളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ സുരക്ഷ 4 ഇരട്ടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് കൈക്കൊള്ളണം. അതല്ലെങ്കിൽ കേരളത്തിൽ വലിയ എന്തോ അത്യാഹിതങ്ങൾ വരാനിരിക്കുന്നു എന്നതിന്റെ കൂടി സൂചനയാണ് അത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്ര ഉജ്ജ്വലമായ രീതിയിൽ യുവജന റാലിയും യുവജന സമ്മേളനവും നടത്താൻ കടന്നു വന്ന യൂത്ത് ലീഗിന്റെ എന്റെ സഹപ്രവർത്തകന്മാരെ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും തൃത്താലയിലെ ജനങ്ങൾക്ക് വേണ്ടിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അവരുകളെ ക്ഷണിച്ചുകൊണ്ടു. പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞളാങ്കുഴി അലി സാഹിബിനെ ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷൻ പ്രിയങ്കരനായ തങ്ങൾ, ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കേരളത്തിന്റെ പ്രഗത്ഭനായ നഗരവികസന വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട കരീം സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും മണ്ണാർക്കാട് MLAയുമായ പ്രിയങ്കരനായ N ശംസുദ്ദീൻ സാഹിബ്, ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ച തൃത്താലയുടെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട ബൽറാം, ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഇദ്രോസ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സലാം മാസ്റ്റർ, സെക്രട്ടറി പ്രിയപ്പെട്ട SMK തങ്ങൾ,
വേദിയിലെ പ്രഗത്ഭരായ മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇനി ആര് പ്രസംഗിച്ചാലും ആ പ്രസംഗമല്ല നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇനി മറ്റൊന്നാണ് എന്നുള്ളത് നിങ്ങളെ അറിയാവുന്ന ഞാൻ ആദ്യമായി മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ പ്രതീക്ഷയായ മഞ്ഞളാംകുഴി അലി സാഹിബും അതുപോലെ അവസാനമായി ഒരു കൊട്ടിക്കലാശം നടത്താൻ പ്രിയപ്പെട്ട വെട്ടം മാലിക്കോയും ഈ വേദിയിൽ, ഞാൻ എപ്പോഴും കൊട്ടാൻ പറ്റാവുന്ന ഒരു ചെണ്ടയായതുകൊണ്ട് പിന്നീട് കൊട്ടാമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. തൃത്താല നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഈ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി, നമ്മുടെ പ്രിയങ്കരനായ മഞ്ഞളാംകുഴി അലി സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ നേതാക്കന്മാർ, ധാരാളം ആൾക്കാരുടെ ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്റെ സുഹൃത്തുക്കളായ യുവത്വത്തിന്റെ പ്രതീകമായ 2 MLA-മാർ, മറ്റ് ആദരണീയരായ നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, 10-20 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൂറ്റനാട് ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതെ, തൊട്ടടുത്ത്. അന്ന് എന്നോട് അവിടെയുള്ള നേതാക്കന്മാര് പറഞ്ഞത്, കൂറ്റനാട് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ യോഗ, കുറെ കാലങ്ങളായിട്ട് ഇതേപോലുള്ള ഒരു യോഗം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ്. ഞാൻ ആ പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോ ഇത് മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ഡല സമ്മേളനമാണോ അതോ ജില്ലാ സമ്മേളനമാണോ അൽഹംദുലില്ല, അത്രക്കധികം ആൾക്കാരെ കാണുന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ ഏതൊരു പരിപാടി എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് വളരെയധികം ആൾക്കാരാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ധാരാളം ആൾക്കാർ എല്ലാ സ്ഥലത്തും ഇതേപോലുള്ള പരിപാടികൾ പങ്കെടുക്കുന്നു. പഴയ കാലത്ത് വോട്ടുണ്ട്, പക്ഷേ പരിപാടികൾ അങ്ങനെ ഉഷാറായിട്ടാണ് പങ്കെടുക്കില്ല. പരിപാടികളിൽ പങ്കെടുക്കുന്ന അതിന്റെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ്. പക്ഷെ ഇന്ന് അത് മാറി. ഈ പാർട്ടിയോട്, ഈ മുന്നണിയോട് അനുഭാവമുള്ള എല്ലാ ആൾക്കാരും ഈ പാർട്ടിയിലേക്ക് വരിക, പരിപാടികളിലേക്ക് വരിക, പ്രസംഗം കേൾക്കാൻ വരിക, പ്രകടനത്തിൽ പങ്കെടുക്കാം. ഇത് ശരിക്കും ഒരു പുത്തൻ ഉണർവാണ്, പുത്തൻ അനുഭവമാണ്. ഞാന് 10-20 മാസമായിട്ടുള്ളൂ വന്നിട്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ കുറേയധികം ആൾക്കാർ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഷംസൂനൊക്കെ പറ്റി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ്. ഇവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി വളരെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും അധികം ആൾക്കാർ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇത് വെറും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി, ഇത്രയധികം റിലീഫ് പ്രവർത്തനങ്ങൾ ഈ പാർട്ടി നടത്തുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും എവിടെ നിന്നൊക്കെ കിട്ടുന്ന ഫണ്ടുകളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അത്രക്കധികം റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മളെ തൊട്ട് മലപ്പുറം ജില്ലയിൽ, ഞങ്ങളൊക്കെ വരുന്ന മലപ്പുറം ജില്ലയിൽ 150 വീടുകൾ പാവപ്പെട്ട ആൾക്കാർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ ഒരു 5-6 മാസം കഴിഞ്ഞ നോമ്പിന് തീരുമാനിച്ചു. ആ 150 വീടുകൾ ഞങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഇപ്പൊ അത് ഏകദേശം 300 വീടുകളായി. 11 കോടിയിലധികം ഉറുപ്പികയാണ് ഇതിന് ചെലവ് വരുന്ന ഫണ്ട്
നാട്ടിലുള്ള ആൾക്കാരെടുത്ത് പിരിച്ചുകൊണ്ടാണ് ആ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അവിടെ ഈ വീട് കൊടുക്കുമ്പോൾ കക്ഷി ഏതാണോ, രാഷ്ട്രീയം ഏതാണോ, ജാതി ഏതാണോ, മതം ഏതാണോ നോക്കാതെ പാവപ്പെട്ടവരാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ എന്ത് ചെയ്തു? 1000 കിണറുകൾ ഉണ്ടാക്കാം. ജില്ലയിൽ 1000 കിണറുകൾ ഉണ്ടാക്കാം. ചെറിയ കുഴൽക്കിണറുകളല്ല, വലിയ ഓപ്പൺ കിണറുകൾ. 1/2 സെന്റ് ഭൂമി ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ ആരെങ്കിലും രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കിണറുണ്ടാക്കി കൊടുക്കുക. ആ കിണറിന് എല്ലാവർക്കും വെള്ളം കുടിക്കാം. അങ്ങനെ ഉദ്ദേശിച്ച് തുടങ്ങിയതാ. പക്ഷെ അതിപ്പോ കിണർ മാത്രമല്ല, അവിടെ മോട്ടറായി, പമ്പുകളായി ഒക്കെ കുറേയധികം ചെറുകിട ശുദ്ധജല വിതരണ പദ്ധതികളായി. ഇവിടെ പോയിട്ടുണ്ടാകും മെഡിക്കൽ കോളേജില്, കോഴിക്കോട് മെഡിക്കൽ കോളേജില്, അതിന് നേരെ മുൻവശത്ത് CH സെന്റർ. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തന്നെ CH സെന്റർ. ഇവിടെ ഒരു ദിവസം ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ മരുന്നാണ് ക്യാൻസർ രോഗികൾക്ക്, അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസിന്, അതുപോലെ തന്നെ മറ്റുള്ള രോഗത്തിന് വരുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നത്. അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഗവൺമെന്റിന് ഏതെങ്കിലും മരുന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മരുന്ന് ഇവർ സംഘടിപ്പിച്ചു കൊടുക്കും. ആംബുലൻസ് സർവീസ് ഉണ്ട്, ഡയാലിസിസ് ഉണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ഇതേ രീതിയിലുള്ള ഒരു പാർട്ടിയെ നമുക്ക് കേരളത്തിൽ വേറെ എവിടെങ്കിലും തെരഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതാണ് ഈ മുസ്ലിം ലീഗിന്റെ ഗുണം. കൂടുള്ള പാവപ്പെട്ട ആൾക്കാർ അവർ ഏതാണ് ജാതി, മതം ഏതാണെന്ന് നോക്കാതെ അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരോടും മുന്നോട്ട് വരിക. അത് നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്, വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഞാൻ ഇവിടെ സൂചിപ്പിച്ചൊക്കെ 10-20 മാസം മുമ്പ് ഞാൻ വരുന്നത് LDF എന്നാൽ CPM-ന്റെ ഒരു സഹയാത്രികൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അവിടെയുള്ള നേതാക്കന്മാര് ഇതിലുള്ള നേതാക്കന്മാരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് മക്കളെ ശരിക്കുള്ള അതിന്റെ വ്യത്യാസം മനസ്സിലാവേണ്ടത്. ഇവിടെ പങ്ങളെ ജില്ലാ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇവരടുത്ത് ആരെടുത്തെങ്കിലും ചെന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ ഇവിടെ ഉള്ള ആരെങ്കിലും ഒരു കത്ത് വേണോ, റെക്കമെൻഡേഷൻ വേണോ? വേണ്ട. ഇതിന്റെ ഏറ്റവും വലിയ നേതാവ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ പോയവർക്കൊക്കെ അറിയാം. നിങ്ങളുടെ പ്രശ്നം ശരിക്കും അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ